ഇപ്പോൾ നിങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ നിലമ്പൂരിൽ സ്വർണ്ണ മൈനിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിലമ്പൂരിൽ സ്വർണ്ണം. നിലമ്പൂർ നിങ്ങൾ ആരെ പോയി കണ്ടാലും നിലമ്പൂർ കാണുന്ന എല്ലാവരും നിലമ്പൂരിലേക്ക് കുടിയേറിയവരാണ് എന്നുള്ളതാണ്. നിലമ്പൂരുകാരനായിട്ട് ഒരാളെ കാണണമെങ്കിൽ അയാൾ ആദിവാസി ആയിരിക്കും. എങ്ങനെയാണ് നിലമ്പൂരി ഇന്ന് കാണുന്ന നിലമ്പൂരായി മാറിയത്? വിശേഷിച്ച് ഈ 21 സമര നായകനായിരുന്ന വരിയങ്കുന്നത്തിൻ്റെ ചരിത്രം തന്നെ വായിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പ്രഖ്യാപിക്കുന്ന ഒരു സ്വതന്ത്ര പ്രദേശത്തിൻ്റെ മേഖലയുടെ ഇപ്പം രാജ്യം ഒന്നും അല്ലെങ്കിൽ തന്നെ ആ മേഖലയുടെ ആസ്ഥാനമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ആദ്യത്തേത് നിലമ്പൂരാണ്. ആ നിലമ്പൂർ ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അതുപോലെ തന്നെ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും മുസ്ലിങ്ങളും ഹിന്ദുക്കളും വളരെയേറെ രമ്യതയോടുകൂടി സൗഹൃദത്തോടുകൂടി ജീവിച്ചു വരുന്നതാണ്. ശ്രദ്ധിക്കുമ്പോഴാണ് 2000-ന് ശേഷം വരുന്നത്, അതായത് ഏതാണ്ട് 100-ാം വാർഷികത്തോടനുബന്ധിച്ച് വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവിൽ വരുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന ആ സൗഹൃദത്തിൻ്റെയോ അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെയോ ഒക്കെ ഇതിൽ നിന്ന് മാറിയിട്ട് അത് ഒരു വർഗീയ കുഴപ്പമായിരുന്നു, ഒരു സാമുദായിക സംഘർഷമായിരുന്നു എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ആ നിലയ്ക്ക് ഉള്ള ഒരു നെറേറ്റീവ് സമർപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും തൂവൂര് കിണറിൻ്റെ 100-ാം വാർഷികം ഒരു പരിപാടിയായിട്ട് സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ചരിത്രത്തിൽ നേരിടുന്നത്. ഒന്നെന്താ വെച്ചാൽ ഇല്ലാത്ത ചരിത്രം ഉണ്ടാകും, പുതിയതായിട്ട് ചരിത്രങ്ങൾ എഴുതപ്പെടുന്നതും. രണ്ടാമത്തെ എല്ലാ ചരിത്രം വൃത്തിക്ക് പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഇന്ന് ഒന്നുകൂടിയും ഈ ആഴ്ച കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ടോപ്പിക്കൾപ്പെട്ടൊരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത് നിലമ്പൂരിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിലമ്പൂരിനെ പറ്റി നമ്മളടുത്ത് സംസാരിക്കാൻ ഒപ്പമുള്ളത് PAM ഹാരിസ് സാറാണ്. ഹാരിസ് സാറ് സീനിയർ ജേർണലിസ്റ്റാണ്. നിലമ്പൂർ അറ്റ് 1921 എന്നുള്ള പുസ്തകത്തിൻ്റെ ഗ്രന്ഥരചയിതാവാണ്. അതിൻ്റെ ഒപ്പം തന്നെ വേറെയും പല ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരുപാട് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത സീനിയർ ജേർണലിസ്റ്റുമാണ്. ഹാരിസ് സാർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്കൊന്നുകൂടിയും ഇപ്പോൾ ഇലക്ഷൻ്റെ പല സ്വഭാവത്തിലുള്ള ചർച്ചകളാണ് നിലമ്പൂരിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വിഷയങ്ങൾ ഇപ്പം ചർച്ച ചെയ്യാനില്ല. നമുക്കൊന്നുകൂടി നിലമ്പൂരിനൊരു ഹിസ്റ്ററി, ചരിത്രം, എങ്ങനെയാണ് നിലമ്പൂരി ഇന്ന് കാണുന്ന നിലമ്പൂരായി മാറിയത്. അപ്പോൾ നിങ്ങൾ ആ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാര്യം ചോദിക്കണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പുസ്തകം എഴുതിയത്? അതായത് നിലമ്പൂരറ്റ് 1921 പുസ്തകം നിങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ചെന്താ? നിലമ്പൂര് അറ്റ് 1921 നമ്മൾ 1921 കുറിച്ച് വിശേഷിച്ചും ഇപ്പോൾ അതിൻ്റെ 100-ാം വാർഷികത്തിൽ 2021 അതിന് അനുബന്ധമായിട്ട് നമ്മൾ 100 വർഷം കഴിഞ്ഞപ്പോൾ കുറേയേറെ കേട്ടു. ഈ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പൊതുവേ 1921 സംഭവങ്ങൾ പറയുമ്പോൾ അത് ചില കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കും. നമുക്കറിയാം, പൊതുവേ തിരുരങ്ങാടി സംഭവമാണ് ഞാൻ തുടക്കം കുറിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് പാണ്ടിക്കാട് ഒരു സംഭവം നടക്കുന്നുണ്ട്, ആക്രമണം. മറ്റൊന്ന് പൂക്കോട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട്. പിന്നെ മാക്സിമം അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഒരു വേഗൻ ട്രാജഡി എന്ന് പറയുന്ന ഒരു മെസാക്രർ, കൂട്ടക്കൊല. ഈ ഒരു 4 സംഭവത്തിൽ കിടന്ന് 1921 സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പൊതുവെ ആളുകളുടെ അന്വേഷണങ്ങളും ചരിത്രമൊക്കെ ഇങ്ങനെ ഒതുങ്ങുകയാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അന്വേഷിക്കുമ്പോൾ, ഞാൻ നിലമ്പൂരുകാരനാണ്, അപ്പോൾ നിലമ്പൂരിൻ്റെ പരിസരങ്ങളിൽ അന്വേഷിക്കുമ്പോൾ വിശേഷിച്ച് ഈ 21 സമര നായകനായിരുന്ന വരിയങ്കുന്നത്തിൻ്റെ ചരിത്രം തന്നെ വായിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പ്രഖ്യാപിക്കുന്ന ഒരു സ്വതന്ത്ര പ്രദേശത്തിൻ്റെ മേഖലയുടെ ഇപ്പം രാജ്യം ഒന്നും അല്ലെങ്കിൽ തന്നെ ആ മേഖലയുടെ ആസ്ഥാനമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ആദ്യത്തേത് നിലമ്പൂരാണ്. ആ നിലമ്പൂർ ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അതുപോലെ തന്നെ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും മുസ്ലിങ്ങളും ഹിന്ദുക്കളും വളരെയേറെ രമ്യതയോടുകൂടി സൗഹൃദത്തോടുകൂടി ജീവിച്ചു വരുന്നൊരു നാടാണ്. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി, കോവിലുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അടിവേരെന്താണ് എന്നുള്ളൊരു അന്വേഷണം. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂരും പരിസര മേഖലകളിലുള്ള കിഴക്കൻ ഏറനാടിൻ്റെ കിഴക്കൻ മല പ്രദേശങ്ങളിലുള്ള അതിൻ്റെ റോള്, 1921 റോള്, അതിൻ്റെ ഒരു അന്വേഷണമാണ് നടത്തിയത്. ആ അന്വേഷണത്തിൽ നമ്മൾ പിന്നെ കാര്യമായി ഉദ്ദേശിച്ചത് പല പുസ്തകങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇത് വായിച്ചു പോയിട്ടുണ്ട് പലയിടത്തായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സമാഹരിക്കുക നമുക്ക് വലിയ അധ്വാനമല്ല, ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ടൊക്കെ സമാഹരിക്കാവുന്നൊരു സംഭവമാണ് പലരും എഴുതിയ പുസ്തകങ്ങളിൽ നിന്നുള്ള സംഭവം. പക്ഷേ അതങ്ങനെ ക്രോഡീകരിക്കുമ്പോഴാണ് നമ്മൾ അത് മിക്കവാറും ഒക്കെ 1950-കളിലോ 70-കളിലോ 2000-ന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് എന്തായിരുന്നാലും അവർക്ക് സമാഹരിക്കാനുള്ളത്. പക്ഷേ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് 2000-ന് ശേഷം വരുന്നത്, അതായത് ഏതാണ്ട് 100-ാം വാർഷികത്തോടനുബന്ധിച്ച് വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവിൽ വരുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന ആ സൗഹൃദത്തിൻ്റെയോ അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെയോ ഒക്കെ ഇതിൽ നിന്ന് മാറിയിട്ട്
അത് ഒരു വർഗീയ കുഴപ്പമായിരുന്നു, ഒരു സാമുദായിക സംഘർഷമായിരുന്നു എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ആ നിലയ്ക്ക് ഉള്ള ഒരു നെഗറ്റീവ് സമർപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. അപ്പോൾ പലയിടത്തായിട്ട് വായിക്കുമ്പോൾ വിശേഷിച്ച് സംഘപരിവാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ എഴുത്തുകൾ, അവർ ചില ചരിത്രകാരന്മാർ ഇത്തരത്തിലുള്ള കഥകൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മറ്റു ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് ഇത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന കെട്ടുകഥകളാണ്. പക്ഷേ അതൊരു 100 വർഷം കഴിഞ്ഞാൽ, അതായത് പിന്നെ ഒരു 100 വർഷം കഴിഞ്ഞ് ഈ 921 സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അത് മാത്രമായിരിക്കും ചരിത്രമായിട്ട് അവശേഷിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് ഈ ഇതൊന്ന് പഠനം നടത്തേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ സമാഹാരം മാത്രം നടത്തിയാൽ മതിയാവില്ല, അതിനപ്പുറത്തേക്ക് അന്വേഷിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അന്വേഷണം കുറച്ചുകൂടി വർഷങ്ങൾ നീണ്ടു. ഏതാണ്ട് ഒരു 3-4 വർഷത്തോളം ഇതിനു വേണ്ടി കുറച്ചധികം അന്വേഷിക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ ആണ് നമ്മൾ പിന്നെ ഈ പല മേഖലകളിലേക്ക് കടന്നു വന്നു. അതിലൊന്ന് ഇപ്പോൾ പുതിയ നെഗറ്റീവ്സ് വന്നു എന്നുള്ളത്. ഉദാഹരണമായിട്ട് നിലമ്പൂർ കോവിലകവും നിലമ്പൂരിലെ മാപ്പിളമാരും തമ്മിൽ നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. പിന്നെ മാപ്പിളമാർ വളരെ കൂടുതൽ ആളുകളെ ജോലിക്കാരായിട്ട് അവിടേക്ക് കൊണ്ടുവരുന്ന കോവിലകമാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു സൗഹൃദവും ഒക്കെ നിലനിൽക്കുന്ന, അതുപോലെ തന്നെ അന്നും ഇന്നും ഇപ്പോഴും ഈ നിലമ്പൂർ കോവിലകവുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന, ഇപ്പോഴും എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് അത് അവർക്ക് നൽകിയ സൗകര്യങ്ങൾക്ക്, അവർക്ക് നൽകിയ ഉപകാരങ്ങൾക്ക് അവർ തിരിച്ചു നൽകിയ പ്രതിഫലങ്ങളൊക്കെ പല കുടുംബങ്ങളുടെയും അവരുടെ ആസ്തിയിലും അവരുടെ വരുമാനത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ എപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ ഇതിന് പകരം പൂക്കോട്ടൂരിലെ മാപ്പിളമാർ വന്നു. അവരെ കോവിലകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു വെളുത്തേടൻ, അദ്ദേഹം പെട്ടെന്ന് ഭഗവതി ആവാഹിച്ച് അദ്ദേഹം ഉറഞ്ഞു തുള്ളി, അദ്ദേഹം 9 മാപ്പിളമാരെ വെട്ടിത്തള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത് തിരൂർ ദിനേശ് എന്ന് പറയുന്ന ഒരു സംഖ്യ ചരിത്രകാരൻ്റെ പുസ്തകത്തിലുള്ളതാണ്. ഈ രൂപത്തിലൊക്കെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് കഥകൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു ആരാണ് ഈ വെളുത്തേടൻ, എന്താണ് ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത് അന്വേഷിച്ച് പോകുമ്പോൾ ആ മുമ്പ് കാലത്തെ ചരിത്രത്തിൽ തന്നെ ഈ വെളുത്തേടനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, പൂക്കോട്ടൂർ അവിടെ കുറച്ച് പിന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന, അവിടുത്തെ പൗരപ്രമുഖനായിരുന്ന, മാപ്പിളമാരുടെ നേതാവായിരുന്ന ഒരു വ്യക്തിയുമായിട്ട്, മുഹമ്മദ് എന്നറിയപ്പെടുന്ന ആളുമായിട്ട് അവിടുത്തെ കോവിലകത്തിൻ്റെ 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന അദ്ദേഹമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് പല പ്രശ്നങ്ങൾ ചേർന്ന് വരുന്നതാണ്. അവിടുത്തെ കാർഷിക കുടിയാൻ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, വിശദീകരിക്കാൻ പറ്റുന്നില്ല, സമയമല്ല. അപ്പോൾ ഈ ഇതിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കള്ളക്കേസ്, ഇദ്ദേഹം തോക്ക് കട്ടു, അതുപോലുള്ള പരാതികളൊക്കെ വെച്ച് പോലീസിന് പരാതി കൊടുത്തു. പോലീസുകാർ മുഹമ്മദിനെ കുറിച്ച് പരാതി കിട്ടാൻ കാത്തിക്കുകയായിരുന്നു. അവർ വന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിന് മാനക്കേടുണ്ടാക്കി. ഇദ്ദേഹം ആളുകളെ കൂട്ടിപ്പോയി പോലീസുകാരെ തടഞ്ഞു. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് അവിടെ നിന്ന് ഈ കോവിലകത്തെ 6-ാം തമ്പുരാൻ അദ്ദേഹം മുങ്ങുന്നതും അദ്ദേഹം നിലമ്പൂരിലേക്കാണ് പോയത് എന്നുള്ള നിലയിൽ പൂക്കോട്ടൂർ മാപ്പിളമാർ നിലമ്പൂരിലേക്ക് പുറപ്പെടുന്നു. ഈ നിലമ്പൂരിലേക്ക് പുറപ്പെടുന്നത് ഒരു തിരൂരങ്ങാടി പള്ളിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ള വിവരം ആണ് പൂക്കോട്ടൂർ കിട്ടുന്നത്. പക്ഷേ അവർ പൂക്കോട്ടൂരിൽ നിന്ന് തിരൂരങ്ങാടിയിലേക്കല്ല പുറപ്പെടുന്നത്. അവർ പുറപ്പെടുന്ന ആദ്യം ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി നിലമ്പൂരിലേക്കാണ്. അവർ പിന്നെ അർദ്ധരാത്രി പുറപ്പെട്ട് ഏതാണ്ട് പുലർച്ചയോടുകൂടി നിലമ്പൂർ വന്നു. നിലമ്പൂർ അവർ തേടി വന്ന ഈ 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വഴിയിൽ എവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ എല്ലാവരും പേടിച്ച സമയത്ത് മാനവേദൻ തമ്പുരാൻ, 2-ാം തമ്പുരാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ഇളയ തമ്പുരാൻ എന്നറിയപ്പെടുന്നത്, അദ്ദേഹം ഇറങ്ങി വന്ന് ഇവരോട് സംസാരിച്ചു. അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു, കുടിയന്മാരോട് പൊതുവെ നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹമായിട്ട് പൊതുവെ ആളുകൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, അദ്ദേഹം സാമൂഹ്യ രംഗത്തൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിങ്ങൾക്ക് വെടിവെക്കണമെങ്കിൽ ഇതാ ഞാനുണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു രീതിയിൽ വന്നപ്പോൾ ആളുകൾ നന്നായി സംസാരിച്ചു. അവർ സംതൃപ്തരായി. അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് അവിടെ കോവിലകം കാശ് കൊടുത്ത് നിർത്തിയിരുന്ന കുറച്ച് കാവൽക്കാരുണ്ട്. ഈ കാവൽക്കാരെ സംബന്ധിച്ച് ഒരു കേസിൽ പിന്നീട് ബ്രിട്ടീഷ് ജഡ്ജി തന്നെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ അവരുടെ നിലവാരം മനസ്സിലാക്കാൻ പറ്റും. കാരണം വൈകുന്നേരമായാൽ ഇവരുടെ അടുത്ത് നിന്ന് തോക്കും വാളും ഒക്കെ കോവിലകം വാങ്ങി വെക്കുമായിരുന്നു. കാരണം ഇവർ ഉറങ്ങിപ്പോയെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് കാവൽക്കാരുടെ അടുത്താണ് ഈ വാങ്ങി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാവൽക്കാരിൽപ്പെട്ട ഒരാളാണ് ഈ വെളുത്തടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കുളിക്കാൻ പോയതായിരുന്നു. ഈ പൂക്കോട്ടൂരുകാർ വന്ന സമയത്ത് കുളി കഴിഞ്ഞ് കയറി വരുമ്പോഴാണ് ഇദ്ദേഹത്തിന് തോക്ക് കൈ കിട്ടി.
അപ്പോഴാണ് ഇദ്ദേഹം പൂക്കോട്ടുകാർ തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ പിന്നിൽ നിന്ന് വെടിവെച്ചു. ഞങ്ങൾ നേരെ വരുന്ന സമയത്തൊന്നും ഇല്ലാത്ത വെടി തിരിച്ചു പോകുമ്പോൾ വന്ന് സ്വാഭാവികമായിട്ടും അവരെ പ്രകോപിപ്പിച്ചു. അവരവിടെ ആക്രമണം അത് ചെയ്തു. അവർ വെടിവെച്ചു, അവർ വാളെടുത്ത് വെട്ടി. ഏതായാലും 18ഓളം ആളുകൾ മരിച്ചു. ഒരു ആക്രമണം തന്നെയായിരുന്നു. ഈ 18ഓളം ആളുകളുടെ ശവങ്ങളുടെ കോവിലകത്തിന് മുന്നിൽ കിടക്കുമ്പോൾ പിന്നീട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ മാനവേദൻ തമ്പുരാൻ തന്നെയാണ് അവിടെ വന്ന് അവിടുത്തെ മുസ്ലിം പ്രമാണിമാരെ കാണുന്നതും അവരുടെ സഹായം തേടുന്നതും. അവർ നിലമ്പൂർ പരിസരത്തുള്ള പട്ടരാക്ക ഇങ്ങനെ തുടങ്ങിയുള്ള കുറച്ച് സ്ഥലങ്ങളുടെ അവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോയിട്ട് ഈ ആളുകളെ സംസ്കരിക്കുന്നു എന്നതിനുള്ള. അപ്പോൾ അതിന് നിലമ്പൂർ ചന്തക്കുന്ന് ഭാഗത്തുള്ള ഒരു കച്ചവടക്കാരൻ്റെ അവറാൻ ഹാജി എന്ന് പറയുന്നൊരു കച്ചവടക്കാരൻ്റെ കടയിൽ നിന്ന് ശീല കൊണ്ടുവന്നിട്ടാണ് ഇതിനു വേണ്ടിയുള്ള സംസ്കാര പരിപാടികൾക്ക് ഉപയോഗപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയറി കുറിപ്പുകളുണ്ട്. അത് അന്ന് തന്നെ അന്ന് ഇതിനൊക്കെ ദൃക്സാക്ഷിയൊക്കെ ആയിരുന്ന ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന പൂക്കോട്ടുകാർ വരുന്നത് രേഖപ്പെടുത്തുകയും ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്ത സൈദാലി ഹാജി എന്ന് പറയുന്ന ഒരാളുടെ അയാൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് അന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നീട് ബ്രിട്ടീഷ് സർക്കാരിന് കീഴിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അയാളെ ഒരു വഞ്ചനയുടെ ഭാഗമായിട്ട് ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാളെ അന്തമാനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാധ്യമ വീക്കിലി അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നുള്ള കുറച്ച് ഭാഗം പ്രസിദ്ധീകരിച്ചിരുന്നു. ഞാൻ ആ ഡയറി കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുടെ അടുത്തുണ്ട്. ഇപ്പോഴും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. പക്ഷേ ആ പ്രസിദ്ധീകരിക്കാത്ത കുറിപ്പുകൾ ഞാൻ കണ്ടിരുന്നു. ഇദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ. അത് അധികം വൈകാതെ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് രേഖകൾ വെച്ചുകൊണ്ടൊക്കെ ഗണിക്കാൻ കഴിയാവുന്ന സംഭവങ്ങളാണ് പുതിയ നെറേറ്റീവ്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിലമ്പൂരിൽ ഞാൻ പറഞ്ഞു അവിടെ ആ കോവിലകത്തിന് മുസ്ലിങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു, മാപ്പിളമാരുമായിട്ട്. അവർക്ക് അവിടെ സുരക്ഷിതത്തില്ല എന്ന ഒരു ഭയപ്പെട്ട ഘട്ടത്തിൽ ചാലിയാറിൽ കൂടി അവരെ ബേപ്പൂരിലേക്ക് അതുപോലെ തന്നെ കോഴിക്കോട് ഈ ഭാഗത്തേക്ക് അവരെ രക്ഷപ്പെടുത്തുന്നതും മാപ്പിളമാരാണ്. അത് രക്ഷപ്പെടുത്തിയ കുടുംബങ്ങൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അവരെന്നെ അവരുടെ പിൽക്കാല ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചത് പുസ്തകത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മൂന്നാമത്തെ തലമുറ അവർ പറയുന്നുണ്ട് അവർക്ക് ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തത് അവരുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ അവരുടെ വീടുകളിൽ നടക്കുന്ന കല്യാണത്തിൽ നിലമ്പൂർ കോവിലകത്തു നിന്നുള്ള ആളുകളെ അവരെ പ്രത്യേക മാളികയിൽ അവർക്ക് പ്രത്യേകിച്ച് ആട് പിന്നെ മാംസം തയ്യാറാക്കിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണം ഒരുക്കുന്നതും അവരെ പരിപാടികൾക്ക് വരുന്നതും ഇത് ആ പരസ്പരമുള്ള ഊഷ്മളമായ ബന്ധം അത് ഒരു വശത്ത് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ അന്വേഷിച്ച മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ഈ 100 വർഷത്തിന് ശേഷം പുതിയ കഥകൾ വരുന്നു എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും തൂവൂര് കിണറിൻ്റെ 100ാം വാർഷികം ഒരു പരിപാടിയായിട്ട് സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ അതിൽ പറയുന്നത് 38 ആളുകളെ യാതൊരു കാരുണ്യവുമില്ലാതെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വെട്ടിത്തള്ളിയിട്ടു മാപ്പിളമാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കെ മാധവൻ നായരുടെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പിന്നെ അടുത്ത ദിവസം അദ്ദേഹം പോയി എണ്ണിയപ്പോൾ 20ഓളം തലകൾ എണ്ണാൻ കഴിഞ്ഞു എന്നാണ്. ഒരു പൊട്ടക്കിണറ്റിൽ ആളുകളെ വെട്ടി തള്ളിയിട്ടിട്ട് ഇപ്പോഴത്തെ കാലത്ത് പോലും ഒരാൾക്ക് നഗ്നമായ നേത്രം കൊണ്ട് ഒരു പൊട്ടക്കിണറ്റിൽ നോക്കിയിട്ട് 20ഓ 15ഓ ഒക്കെ തലകൾ എണ്ണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് അപാരമായ ഒരു കഴിവുണ്ടാവണം പൊട്ടക്കിണറ്റിൽ നിന്ന് എണ്ണാൻ കഴിയണമെങ്കിൽ. അതും ബൈനോക്കുലറും ബാക്കി സംഭവങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 8 പേരാണ് അവിടെ ശിക്ഷിക്കപ്പെട്ടത്. അതിൽ തന്നെ 2 പേര് മാപ്പിളമാരാണ്. അത് അവിടെ തേർവാഴ്ച നടത്തിയ ബ്രിട്ടീഷ് പട്ടാളത്തിന് സഹായം ചെയ്തു കൊടുത്ത മാപ്പിളമാരെ ഒറ്റുകൊടുത്ത ആ നാട്ടുകാരായ ആളുകളെ അവർ പിടികൂടി അവർ ശിക്ഷിച്ചാണ്. പക്ഷേ ആ ശിക്ഷിച്ചതുപോലും അവിടെ വാര്യംകുന്നം അതുപോലെ തന്നെ ചെമ്പ്രശ്ശേരി തങ്ങൾ ഇവരൊക്കെ നടപ്പാക്കിക്കൊണ്ടിരുന്ന വ്യവസ്ഥയ്ക്ക് അതിലംഘിച്ചുകൊണ്ടായിരുന്നത് കൊണ്ട് ആ ശിക്ഷ പ്രഖ്യാപിച്ച ആളുകളെയും അത് നടപ്പാക്കിയ ആളുകളെയും ഒക്കെ വാര്യംകുന്നൻ ശിക്ഷിച്ചു എന്ന് എ.കെ. കുടൂരിൻ്റെ തന്നെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് പിന്നെ അതിൽ പറയുന്നത് 8 ആളുടെ പിന്നെ മൃതദേഹങ്ങളാണ് അതിൽ കണ്ടെത്തിയെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന് സമാനമായിട്ട് നമ്മൾ അന്വേഷിച്ചത് വേഗൻ നരഹത്യയിൽ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചാണ്. അതിൽ 70 ആളുകൾ മരിച്ചു. 100 ആളാണ് വേഗനിലുണ്ടായിരുന്നത്, അറിയായിരിക്കും. 100 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 30 പേര് ജീവച്ഛവങ്ങളായി രക്ഷപ്പെട്ടു, 70 ആൾ മരിച്ചു. പക്ഷേ ഈ 70 ആളുകളുടെ കൃത്യമായൊരു രേഖ ഇപ്പോഴും എവിടെയുമില്ല. ഇപ്പോൾ തിരൂര് വേഗൻ ട്രാജഡി സ്മാരകത്തിൽ 70 ആളുടെ പേരുണ്ട്. ആ 70 ആളുടെ പേരിൽ ഒരു പേര് നോക്കിയാൽ അത് 1980 ശേഷം മരിച്ച മലപ്പുറത്തെ അഹമ്മദാജിയുടെ പേരാണ്. അദ്ദേഹം ആ വേഗൻ ഇതിലുണ്ടായിരുന്നു, പക്ഷേ അതിൽ രക്ഷപ്പെട്ട ആളാണ്. അഹമ്മദാജിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ യൂസുഫ് ഹാജിയും അതിൽ രക്ഷപ്പെട്ടാണ്. അങ്ങനെ രക്ഷപ്പെട്ട ഒരാളുടെ പേര് വെക്കുമ്പോൾ രക്ഷപ്പെട്ട ബാക്കി 29 ആളുടെ പേരും കൂടി അവിടെ വരണം. മൊത്തം 100 ആളുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മരിച്ചവരുടെ പേരാണ് അവിടെ വരേണ്ടത്.
ഇങ്ങനെ മരിച്ചവരുടെ പേര് വരുന്നതിൽ പിന്നെ 4 പേര് മാപ്പിളമാരല്ലാത്തവരുണ്ട്. യഥാർത്ഥത്തിൽ കൂടുതൽ ഫോക്കസ് വരേണ്ട ഒരു സംഭവമായിരുന്നു അത്. ഈ ഒരു മാപ്പിള കലാപം, മാപ്പിള ലഹള എന്നൊക്കെ പറയുന്ന ഒരു സമരത്തിൽ, ഒരു പോരാട്ടത്തിൽ അതിൽ മാപ്പിളമാരല്ലാത്ത 4 പേർ, ഈ മാപ്പിളമാരല്ലാത്ത 4 പേരെയാണ് ഞാൻ അന്വേഷിച്ചത്, അവരെ സംബന്ധിച്ച വിവരം കിട്ടാൻ വേണ്ടി. വിശേഷിച്ചും ഈ മാപ്പിള പോരാട്ടത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയും പുസ്തകം എഴുതുകയൊക്കെ ചെയ്ത ആളുകളുടെ പോലും പുസ്തകങ്ങളിൽ ഈ പേരുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നേർപ്പഥം എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണമുണ്ട്. നേർപ്പഥത്തിൽ എഴുതിയ ലേഖനത്തിൽ ഡോക്ടർ ശിവദാസൻ എഴുതിയ ഒരു ലേഖനമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അതോറിറ്റിയാണ് മാപ്പിള പോരാട്ടത്തെ സംബന്ധിച്ച്. അദ്ദേഹം എഴുതിയ അതിൽ മാപ്പിളമാരല്ലാത്ത 4 ആളുടെ പേര് പറഞ്ഞതിൽ ഒന്ന് പേര് പറഞ്ഞത് ഏനാദി എന്നുള്ളൊരു പേരാണ്. ENADI എന്നാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പേര് തെറ്റാണ്. കുരുവമ്പലത്ത് അവരുടെ രക്തസാക്ഷി ലിസ്റ്റിൽ കൃത്യമായി പേരുണ്ട്, അത് AND എന്നുള്ള പേരാണ്. അത് മാപ്പിളയാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ കുടുംബങ്ങളും ബാക്കിയുള്ളതൊക്കെ കുരുവമ്പലത്തുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇതിൽ ഈ മാപ്പിളമാരല്ലാത്ത 4 ആളുകളുടെ പേര് സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കുകയും അവർ ആ കുടുംബങ്ങളെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളൊരു അന്വേഷണമാണ് ഞാൻ നടത്തിയത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ 4 ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ പറയുന്നതിന് കുറച്ചും കൂടി ഒരു അടിസ്ഥാനം ഉണ്ടാവും. തുവ്വൂരിൽ 38 ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ 38 ആളുകളുടെ ബന്ധുക്കളെ, അവരുടെ പിന്നെ ഏതാണ് കുടുംബം, ഏതാണ് തറവാട്, ആരാണ് ഇത് എന്ന് കണ്ടെത്താൻ. അതല്ലാതെ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു വില്ലേജിലുള്ള ആർക്കും ബന്ധങ്ങളില്ലാത്ത ആളുകളല്ലല്ലോ 38 ആളുണ്ടാവുക ഇങ്ങനെ ഒരു സംഘർഷ വേളയിൽ ഇങ്ങനെ മരിച്ചു പോകുമ്പോൾ. അപ്പോൾ ഇതിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ ഭാഗ്യത്തിന് അതിൽ 2 പേരെ അന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റി. ആ പുസ്തകത്തിൽ അത് ഉൾപ്പെടുത്താനും പറ്റി. 2 പേരും നായർ എന്നാണ്, ഒന്ന് അച്യുതൻ നായരും ഒന്ന് കേശവൻ നായരും ആയിരുന്നു എന്നാണ് ഓർമ്മിക്കുന്നത്. ഈ പേരുകളിൽ അവരുടെ ബന്ധുക്കളെ, അവരുടെ അനന്തരാവകാശികളെ നമുക്ക് കണ്ടെത്താൻ പറ്റി. ഇപ്പോൾ അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഒരാളെയും കൂടി, അപ്പോൾ അതിൽ പേര് നമുക്ക് കാണുന്നത് ചെട്ടിച്ചിപ്പി എന്നുള്ള പേരാണ് ആദ്യം മുതലേ കാണുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ പേര് കണ്ടെത്തുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ചിപ്പിയാണ്. ഇദ്ദേഹത്തെ ചെട്ടി സമുദായക്കാരനായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചെട്ടിച്ചിപ്പി എന്ന് പറയുന്നത്. പക്ഷേ ഈ ചെട്ടിച്ചിപ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ രേഖകളിലും ഇയാളുടെ പേരുള്ളത്. ഇത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടല്ല വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെട്ടിച്ചിപ്പി എന്നുള്ള പേരിലാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ പിന്നെ നിലമ്പൂരിലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ്, കുറച്ച് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്ന ഒരു സ്ത്രീയാണ് ഈ ചിപ്പി കല്യാണം കഴിച്ചിരുന്നത്. അത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയെ പിന്നെ മലപ്പുറത്ത് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കണ്ടെത്താനുള്ളത് ഒരാളെ കൂടിയാണ്. അപ്പോൾ ആ ഒരാളെ കണ്ടെത്തുന്നതിനുള്ള ദുർഘടമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വീട്ടുപേര് നമ്മൾ ഏത് ലിസ്റ്റ് നോക്കിയാലും, അപ്പോൾ മേഗൻ ട്രാജഡി സ്മരണിക അതുപോലെയുള്ള ആധികാരിക പുസ്തകങ്ങൾ നോക്കിയാൽ പോലും റിസാക്കിൻ്റെ പുരയിൽ എന്നാണ് വീട്ടുപേര് കാണുക. ഒരാളുടെ പേരാണ്, എൻ്റെ വീട്ടുപേരാണ് റിസാക്കിൻ്റെ പുരയിൽ. അപ്പോൾ ഇത് അവിടെ നമ്മൾ താലൂക്ക് ഓഫീസിലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലും വില്ലേജ് ഓഫീസിലും എവിടെ അന്വേഷിച്ചിട്ടും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് നമ്മൾ കണ്ടു, അവിടുത്തെ മറ്റ് സമൂഹപ്രവർത്തകരായിട്ട് കണ്ടു. അവർക്ക് ആർക്കും ഇങ്ങനെ റസാക്കിൻ്റെ പുരയിൽ എന്ന് പറഞ്ഞ്, തൃക്കലങ്കോട് പ്രദേശത്താണിത്, അവിടെ അങ്ങനെ ഒരു കുടുംബമല്ല. അപ്പോൾ പിന്നെ നമ്മൾ അന്വേഷണം തുടരുമ്പോഴാണ് ഒരു റിസർച്ച് തീസിൽ ഈ ലിസ്റ്റ് കൊടുത്തതിൽ കിഴക്കിൻ്റെ പുരയിൽ നിന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ആരോ ഒരാൾ കെ ടൈപ്പ് ചെയ്തപ്പോൾ അത് 6 ആയിട്ട് തെറ്റി ടൈപ്പ് ചെയ്തതാണ്. അതോടുകൂടി കിഴക്കിൻ്റെ പുരയിൽ നിന്നുള്ള റിസാക്കിൻ്റെ പുരയിൽ നിന്നായി. അപ്പോൾ അത് പിന്നീടുള്ള പുസ്തകങ്ങളിൽ മുഴുവൻ വരുന്ന റിസാക്കിൻ്റെ പുരയിൽ നിന്നുണ്ട്. ഇപ്പോൾ അത് കിഴക്കിൻ്റെ പുരയിൽ എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കിഴക്കിൻ്റെ പുരയിൽ വെച്ചൊന്ന് അന്വേഷിക്കാൻ കഴിയും. ആ 4ാമത്തെ ആളെയും കൂടി കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് പിന്നെ ഈ രൂപത്തിൽ തുവ്വൂരിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു 6-7 ആളുകളുടേതിനപ്പുറത്ത് 2 മാപ്പിളമാരടക്കം 8 പേര് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് തുവ്വൂര് കിണറിൽ മൃതദേഹങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു എന്ന് പറയുന്നത് അന്നൊരു സംഭവമല്ല. നിരവധി പ്രദേശങ്ങളിൽ ഇപ്പോൾ 1890 മറ്റും നടന്ന മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ വാപ്പ ഒക്കെ ശിക്ഷിക്കപ്പെട്ട സംഭവം, വാര്യംകുന്നത്തിൻ്റെ വാപ്പയൊക്കെ ശിക്ഷിക്കപ്പെട്ട ആ പോരാട്ടത്തിൽ മരിച്ചതിൽ കുറേ ആളുകൾ അങ്ങാടിപ്പുറത്ത് അവിടെ കൊണ്ടുവന്ന് കിണറ്റിലിട്ടിട്ടുണ്ട്. മലപ്പുറത്തെ കിണറ്റിൽ കുറേ ഇട്ടിട്ടുണ്ട്. പലയിടത്തായിട്ട് കിണറ്റിൽ ബ്രിട്ടീഷുകാരും അത് പൊട്ടക്കിണറ്റിലേക്ക് മൃതദേഹം വലിച്ചെറിയുക എന്നുള്ളത് അന്നത്തെ ഒരു സാധാരണഗതിയിൽ തന്നെയുള്ള
പിന്നെ അത് മയ്യത്ത് അടക്കാൻ കൊടുക്കാതെ, സംസ്കരിക്കാൻ കൊടുക്കാതെ ഈ രീതിയിൽ പിന്നെ അതതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നുള്ള നിലയിൽ അവിടെ പാലിച്ചു വന്നിരുന്നൊരു സംഭവമാണ്. അതായത് മാപ്പിളമാരോടോ അല്ലെങ്കിൽ മാപ്പിളമാർ ഹിന്ദുക്കളോടോ മാത്രമായിട്ട് ചെയ്തൊരു സംഭവമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വസ്തുതകൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ നിലമ്പൂർ കോയിലകവും മാപ്പിളമാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇതേ രൂപത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ വരകുന്നനെ പോലെ തന്നെ അധിക്ഷേപിക്കപ്പെടുന്ന ഒന്നാണ് ചെമ്പ്രശ്ശേരി തങ്ങൾ. ഈ ചെമ്പ്രശ്ശേരി തങ്ങൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും മങ്കട കോവിലകവുമായിട്ട് വളരെ ഉറ്റ ബന്ധം പുലർത്തിയിരുന്നു. പരസ്പരം ഭക്ഷണം ഉണ്ടാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്യുന്ന, ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന രീതിയിലുള്ള നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിന്നെ തെളിവുകളുണ്ട്. അതേപോലെ 922 മങ്കടയിലെ പള്ളി വരുന്നത്, ആദ്യത്തെ മങ്കട ജുമാഅത്ത് പള്ളി വരുന്നത്. ഈ ജുമാഅത്ത് പള്ളി ഇത് സ്ഥലം കൊടുക്കുന്നതും ഇതിനാവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുന്നതും ഒക്കെ മങ്കട കോവിലകമാണ്. അപ്പോൾ അതിന് കാരണമാകുന്നത് മങ്കട കോവിലകത്തിന് അന്ന് മാപ്പിള പ്രമാണിമാരെ വിളിച്ചു വരുത്തിയിട്ട് അവർ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ പ്രമാണിമാരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പിന്നെ ഈ മുസ്ലിം നേതാക്കളൊക്കെ ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഇങ്ങനെ ഈ കോവിലകത്തിന് മാപ്പിളമാരുടെ ഒരു കാവലേർപ്പെടുത്തുന്നു. അത് ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ അതിലൊരാൾ ഒന്നോ രണ്ടോ ആൾ കരയുന്നത് പിന്നെ കോവിലകത്തെ തമ്പാൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു, മുഖ്യ തമ്പുരാൻ്റെ. അപ്പോൾ എന്താ സംഭവം അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പള്ളിയുണ്ട്, പള്ളിക്ക് നിസ്കരിക്കാൻ പോകാത്തതുകൊണ്ടാണ്, അപ്പോൾ എവിടെയാണ് നിസ്കരിക്കാരെന്ന് അന്വേഷിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം ഒരു പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നത്. ആ പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി അപ്പോൾ അപ്പോഴേക്ക് പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും കോവിലകവും ആക്രമിക്കണം എന്നുള്ള നിലയ്ക്കുള്ള ചില ആളുകളുടെ വീക്ഷണങ്ങൾ വരുന്നു. അപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടി അവിടുത്തെ മുസ്ലിം നേതാക്കൾ കണ്ടെത്തുന്ന വഴി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പോകുന്ന പള്ളിക്ക് വേണ്ടി ആളുകളിൽ നിന്ന് പണം പിരിക്കുകയും അത് ഏതാണ്ട് 1000 രൂപ പിരിച്ച് ആ പണം സൂക്ഷിക്കാൻ വേണ്ടി കോവിലത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് നിങ്ങളുടെ മതപരമായ ബാധ്യതയാണ് പള്ളിയുടെ പണം നഷ്ടപ്പെടാക്കാൻ വേണ്ടി കോവിലകത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഫർള് ഐനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പിന്നെ കാവൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സമർത്ഥമായിട്ട് ഈ കമ്മ്യൂണിറ്റിയെ സൗഹൃദത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടി അന്നത്തെ 100 കൊല്ലം മുമ്പ് അന്ന് ആ തലമുറ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് പല നിലക്കുള്ള വ്യാഖ്യാനങ്ങളും ബാക്കിയുള്ളതും വരുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ചരിത്രം എവിടെയെങ്കിലും രേഖപ്പെട്ട് കിടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ പഠിച്ചൊരു ചരിത്രം ഇപ്പോൾ PG നിൽക്കണം, പക്ഷേ ചരിത്രം പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ ചെറിയൊരു ഭാഗം ഉണ്ടോ 921, അതും കലാബന്ധോ അങ്ങനെ പേരിലുണ്ട്. അതിൽ തന്നെ വളരെ ചെറിയ സ്ഥലങ്ങൾ, ഒന്നെങ്കിലും പൂക്കോട്ടൂർ ഗേറ്റ് സ്മാരകം, അല്ലെങ്കിൽ ഇതൊക്കെ സമരങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലേക്ക് ചുരുക്കിക്കളി 2 പ്രശ്നങ്ങൾ നമ്മൾ ചരിത്രത്തിൽ നേരിടുന്നത്. ഒന്നെന്താ വെച്ചാൽ ഇല്ലാത്ത ചരിത്രം ഉണ്ടാകും, പുതിയതായിട്ട് ചരിത്രങ്ങൾ എഴുതപ്പെടുന്നതും, രണ്ടാമത് ഉള്ള ചരിത്രം വൃത്തിക്ക് പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിലൊക്കെ പ്രത്യേക താല്പര്യത്തിനനുസരിച്ച് വസ്തുതകളായിട്ട് പറയാം. ഇപ്പോൾ പിന്നെ എല്ലാ ആളുകളും വളരെ ശിക്ഷണം ലഭിച്ച ആളുകളൊന്നും അല്ല ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരീക്കോട് ഭാഗത്ത് വാര്യംകുന്നനെ ഒരിടത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ കുറേ പിന്നെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ വാര്യംകുന്ന് മടക്കി വിടുന്നുണ്ട്. ഈ സമയത്തല്ല മതമാറ്റം നടത്തേണ്ടതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് മതം മാറ്റിച്ചു എന്നൊക്കെ പറയുന്ന കെ മാധവൻ നായർ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ മതമാറ്റത്തിനും ബാക്കിയുള്ളതിനൊന്നും അയാൾ നിന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാര്യംകുന്നനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഒരേ സമയത്ത് പിന്നെ ഈ വസ്തുതകൾ ശരിയായ വസ്തുതകൾ മറച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ ഇല്ലാത്തത് കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ശരിക്കും ശ്രദ്ധയിൽ പെടേണ്ട, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സംഭവം ഒതായി പള്ളിയിൽ മാപ്പിള വാളണ്ടിയർമാർക്ക് പരിശീലനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിവരം കിട്ടിയിട്ട് ബ്രിട്ടീഷുകാർ അത് നേരിടാൻ വേണ്ടി വന്നു. അവർ ആളുകളോട് പുറത്തു വരാൻ പറഞ്ഞു, അവർ പുറത്തു വന്നില്ല. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വെടിവെപ്പിൽ 26-27 ആളുകൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് 29 ആളുകൾ അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. ആ മരിച്ച ആളുകളെ ഒതായി പള്ളിയുടെ മുമ്പിൽ തന്നെ കബറടക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒന്നിച്ച് കബറടക്കിയപ്പോഴും അവിടെ മുമ്പിലുണ്ട്. പക്ഷെ അതിൽ അന്ന് പിന്നെ രക്ഷപ്പെട്ടത് 3 പേരാണ് എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നൊരു ചരിത്രം. പക്ഷെ പിന്നീട് 4 പേരാണ് എന്ന് കണ്ടെത്തി. 4 പേരാണ് എന്ന് കണ്ടെത്തുന്നത് രക്ഷപ്പെട്ട 4ാമത്തെ ആളുണ്ടല്ലോ, ഇയാൾ നേരെ രക്ഷപ്പെട്ടു പോയി. പിന്നെ അയാൾ വർഷങ്ങൾക്ക് ശേഷം നടന്ന് ഹജ്ജിന് പോവുകയാണ്. നടന്ന് ഹജ്ജിന് പോയി വന്നപ്പോൾ ഇയാളിങ്ങനെ നടന്ന് ഹജ്ജ് നിർവഹിച്ചു വന്ന ആളാണ് എന്നറിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് 19 വയസ്സുള്ളപ്പോൾ 2000 അടുത്ത് പിന്നെ ആരോ അദ്ദേഹത്തെ പിന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ എത്തുമ്പോഴാണ് ഇദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നത്.
അത് വളരെ വൈകിട്ടാണ്. അത് ചോദിക്കാനല്ല ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ ആളുകൾ അവർ പോയത് യഥാർത്ഥത്തിൽ ഈ നടന്ന ഹജ്ജ് ചെയ്ത ആ വിവരങ്ങൾ അന്വേഷിക്കാൻ പോയത്. അപ്പോഴാണ് ഇദ്ദേഹം 21 പട്ടാളക്കാർ വെടിവെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് എന്നുള്ളത് അറിയുന്നത്. അതായത് പള്ളികളിൽ തന്നെ ഇപ്പം കുറേ ഇൻസിഡൻറ്റ് വേറെ ഉണ്ടാവും. നിങ്ങളെ പുസ്തകത്തിൽ തന്നെ നിലമ്പൂരായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ, ഇപ്പോൾ പാണ്ടിക്കാട് തന്നെ നിങ്ങൾ ഞാൻ പാണ്ടിക്കാട് ഉൾപ്പെട്ടില്ല. പാണ്ടിക്കാടിനെ റെഫർ ചെയ്ത് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. പാണ്ടിക്കാട് സാധനം അതിൽ ചരിത്രത്തിൽ എല്ലായിടത്തും കാണുന്നതാണ്. പാണ്ടിക്കാട് സൈനിക ക്യാമ്പ് ആക്രമണം എന്നുള്ളത്, അതുപോലെ പൂക്കോട്ടൂർ ബാറ്റിൽ എന്ന് പറയുന്നത്, തിരുരങ്ങാടി, ഈ 3 എല്ലായിടത്തും എല്ലാ പുസ്തകങ്ങളിലും സാധനം ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ പക്ഷേ ഓരോ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇരുമ്പുഴി ആയിട്ട് ബന്ധപ്പെട്ട മലപ്പുറം സംഭവങ്ങൾ, അതുപോലെ സെമീലിൽ മറ്റേ അറിയപ്പെടാത്ത ഖബറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സെമീലിൻ്റെ ഒരു പുസ്തകം വന്നിരുന്നു. പിന്നെ മണ്ണാർക്കാട് കുമരമ്പത്തൂർ ആ പ്രദേശത്തെ സംബന്ധിച്ച് വന്നു. ഈ കോഴിക്കോട് ജില്ലയിലെ അബൂബക്കർ മുസ്ലിമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയെ സംബന്ധിച്ച് വന്നു. ഇങ്ങനെ ഇപ്പോൾ പ്രാദേശികമായ പഠനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത് ഇങ്ങനെ നേരത്തെ പറഞ്ഞാൽ മൊത്തം രാജ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ അവിടുത്തെ ആൾക്കാർക്ക് ഓരോന്ന് പറയുന്നുണ്ടാവും. ആൾക്കാരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഈ സംഭവങ്ങളുടെ മൊത്തത്തിലുള്ള ചിത്രമല്ല, പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ ഇവർ ഈ പ്രാദേശിക തലത്തിലാണ് കൂടുതൽ വർഗീയതയും മറ്റ് സംഭവങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് പിരിച്ച് നോക്കുമ്പോഴേ അത് എത്രത്തോളം വാസ്തവമുണ്ട് അല്ലാത്തതുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നിലമ്പൂരിൽ തന്നെ മരിച്ച ആളുകളിൽ ഒരു മഞ്ചേരി ഒരു കൃഷ്ണൻ നായർ വരുന്നുണ്ട്, കാപ്പാട്ട് കൃഷ്ണൻ നായർ. അയാൾ ബ്രിട്ടീഷുകാരായിട്ട് ഏറ്റുമുട്ടിയിട്ട് നിലമ്പൂരിൽ ഷഹീദായ ഒരു മാപ്പിള പിന്നെ പോരാളിയാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ ചരിത്രം ഇങ്ങനെ മിസ്സൗട്ടായ ചരിത്രം തന്നെ പ്രാദേശിക തലത്തിലെ ആൾക്കാർ തന്നെ ചോദിച്ചാൽ നമുക്ക് കുറേ കിട്ടും. ഇപ്പോൾ നമ്മളൊന്നുകൂടി നിലമ്പൂരിൽ ചരിത്രം സംസാരിക്കാം. ഇപ്പോൾ നിലമ്പൂരിൽ ശരിക്കും എങ്ങനെ ആൾക്കാർ വരുന്നത്? ഇപ്പോൾ നിലമ്പൂർ ആറിനടുത്തുള്ള ഒരു കാടാണ്, മൊത്തത്തിൽ ഫോറസ്റ്റ് ഏരിയ ആണ്. പക്ഷെ എങ്ങനെയാണ് നിലമ്പൂർ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായി വന്നത്? അത് നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂർ നിങ്ങൾ ആരെ പോയി കണ്ടാലും നിലമ്പൂർ കാണുന്ന എല്ലാവരും നിലമ്പൂരിലേക്ക് കുടിയേറിയവരാണ് എന്നുള്ളതാണ്. നിലമ്പൂരുകാരനായിട്ട് ഒരാളെ കണ്ടെങ്കിൽ അയാൾ ആദിവാസിയായിരിക്കും. ആദിവാസികൾ, ആ വനവാസികൾ എന്ന് പറയുന്ന വനത്ത് കാട്ടിൽ താമസിക്കുന്ന ആ ആളുകൾ മാത്രമാണ് അവിടുത്തെ നാട്ടുകാരായിട്ടുള്ളത്. മറ്റെല്ലാവരും വന്നെത്തിയവരാണ്. അപ്പോൾ അതിൽ ആദ്യമായി പറയുന്നൊരു സംഭവം പിന്നെ കോവിലകമാണ്. സാധാരണ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തുന്ന ചരിത്രത്തിൽ അവിടെ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് നെടിയിരിപ്പ് സ്വരൂപത്തിൻ്റെ ഈ സാമൂതിരിയുടെ സമന്തന്മാരായിട്ടുള്ള ഒരു ഇതിലാണ് നിലമ്പൂർ കോവിലകം വരുന്നത്. ഈ നിലമ്പൂർ കോവിലകം ഇപ്പം നിലമ്പൂർ ടൗണിനടുത്താണുള്ളത്. അത് ഉണ്ടായിരുന്നത് നിലമ്പൂർ പുഴയുടെ അടുത്തായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ അടുത്ത് തന്നെ നിലമ്പൂർ കോവിലകം വരുന്ന ഘട്ടത്തിൽ തന്നെ നിലമ്പൂർ പുഴക്കക്കരെയുള്ള മൈലാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി, ഒരു പ്രാചീനമായൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്ത് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കുറേ വലിയ ഖബറുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് മാലിക് ദീനാറും ടീമൊക്കെ വന്നിട്ടുണ്ട്, അവരുണ്ടാക്കിയ പള്ളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മാലിക് ദീനാർ ഉണ്ടാക്കിയ ആ സംഘം ഉണ്ടാക്കിയ പള്ളികളുടെ പട്ടികയിൽ അത് ഉൾപ്പെടുന്നില്ല. പക്ഷേ ഏതായിരുന്നാലും അവിടെ ചില ഖബറുകൾ സാധാരണത്തിനേക്കാൾ കുറച്ച് ദീർഘമായ 14ഓളം ഖബറുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അറബികൾ ഒരു പക്ഷേ അവിടെ വന്നിരിക്കാം, കച്ചവടത്തിനും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വന്നതുണ്ടാവാം. ഏതായിരുന്നാലും വളരെ പുരാതനമായ ഒരു പള്ളിയായിരുന്നു അത്. ഒരു ഖബർ ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ പള്ളിയുടെ വിപുലീകരണമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ഇത് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉള്ളൊരു ഇതിന് സാമാന്യം സാധാരണ ഖബറുകളിനേക്കാൾ കൂടുതൽ അത് നീളമുണ്ട്. ഞാൻ അവിടെ ആ പള്ളിയിൽ അവിടെ പിന്നെ അവിടുത്തെ പരിചാരകരായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചിരുന്നു. അവിടെ 10-50 വർഷമായിട്ട് അവിടെ ചെയ്യുന്ന ആളുകളോട്. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ പറയപ്പെടുന്ന പള്ളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പള്ളിക്ക് കുറേ പ്രാചീനമായ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തെളിവുകളായിട്ട് എടുക്കാനില്ലെങ്കിൽ പോലും വാസ്കോയുടെ പറങ്കികളുമായിട്ട് യുദ്ധം ചെയ്തിരുന്ന കുഞ്ഞാലിമരക്കാരുടെ സേനാംഗങ്ങളെ ചാലിയാറിലൂടെ അവിടെ ആ ഭാഗത്ത് കൊണ്ടുവരികയും അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ വാസ്കോഡ ഗാമ നിലമ്പൂർ കോവിലകത്ത് വന്നിട്ടുണ്ട്. ഗാമ കോവിലകത്ത് വന്നപ്പോൾ അവർ സാധാരണ അവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് കാല് കഴുകിയതിന് വേണ്ടി കിണ്ടിയിൽ പിന്നെ വെള്ളം കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തെ ഗിഫ്റ്റാണ് എന്നുള്ള നിലയ്ക്ക് മൂപ്പര് അത് കൊണ്ടുപോയി, ആ കിണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി പോർച്ചുഗീസ് രാജാവിന് കൊടുത്തു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പോർച്ചുഗീസ് രാജാവ് പിന്നെ പളുങ്കൊണ്ട് ഒരു അതേ രൂപത്തിലൊന്നുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തയച്ചു. അതിപ്പോൾ മദ്രാസിലെ മ്യൂസിയത്തിൽ അത് പിന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. മദ്രാസ് മ്യൂസിയത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് 70കളിലാണ് അയാൾ പറഞ്ഞത്, ഞാൻ കുട്ടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ഇപ്പോൾ നിലമ്പൂരുമായിട്ട് മുമ്പേ ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ഈ നമ്മുടെ കാബയുടെ ഇതിൽ നിലമ്പൂരത്തേക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ കാബയിലെ ഇതിൽ മരത്തിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ
മലയാള അക്ഷരങ്ങൾ വെച്ചുകൊണ്ടുള്ള കണക്കുകളാണ്. അപ്പോൾ അത് കേരളത്തിൽ നിന്ന് പോയതാണ്. കേരളത്തിൽ നിന്ന് തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നിലമ്പൂരിൽ നിന്നാകാനേ സാധ്യമുള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ അതിൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ രവിശങ്കർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് കഴിഞ്ഞ ഒരു ഏതാനും ദിവസം മുമ്പ് FBയിൽ എഴുതിയിരുന്നു നിലമ്പൂർ തേക്ക് അവിടെ കാബിയിൽ എവിടെയാണ് ഉപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല. പക്ഷേ ഏതായിരുന്നാലും അങ്ങനെയുള്ള വിവരമുണ്ട്. ഏതായിരുന്നാലും തേക്ക് കാബിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോൾസ് റോയ്സ് പോലുള്ള കാറുകളുടെ അതിന് നിലമ്പൂർ തേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഈ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ തേക്കുണ്ട്. അങ്ങനെ ഇത് മുമ്പ് തന്നെ വ്യാപാര ബന്ധങ്ങളിൽ നിലമ്പൂർ തേക്കിന് വലിയൊരു സ്ഥാനമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ ആ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈനിൽ തന്നെ വന്നത്, അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഈ കോവിലകം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ അവിടെ ഈ ബുദ്ധ മതസ്ഥരുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കാരണം 2-ാം നൂറ്റാണ്ടെന്ന് പറയുന്നു, 5-ാം നൂറ്റാണ്ടെന്ന് പറയുന്നു. ഏതായിരുന്നാലും അത്രയും പഴക്കമുള്ള ബുദ്ധ ശിലാലിഖിതങ്ങൾ ഈ നെടുങ്കയം ഫോറസ്റ്റിൻ്റെ ആ ഭാഗത്തുള്ള പിന്നെ അവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ പ്രബന്ധങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അത് ചെറിയ റെഫറൻസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഈ നിലമ്പൂർ കാടുകളിൽ ഈ ശിലാലിഖിതങ്ങളിൽ ആ പരിസരത്തുള്ള കുറേ സ്ഥലങ്ങൾ അത് അവിടെ ബുദ്ധ കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യത്തെ ബുദ്ധ കേന്ദ്രങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു 1800-കളിലാണ് 1800-1800-കളിലാണ് പിന്നെ കൂടുതൽ ജനവാസം അവിടേക്ക് വരുന്നത്. അതിൽ മിക്കവാറും ഒക്കെ ഈ ഇപ്പോൾ മാപ്പിളമാരെ കൊണ്ടുവരുന്നത് ഒന്ന് കൃഷിപ്പണിക്കാണ്, മറ്റൊന്ന് കൊണ്ടുവരുന്നത് ഈ നിലമ്പൂരും വയനാട് ഒരേ മേഖലയാണ് വരുന്നത്. ഇപ്പോൾ പിന്നെ നീലഗിരി വരെയുള്ള ഭാഗങ്ങൾ അന്നത്തെ പഴയ ഒരു ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള മലബാർ ജില്ല എന്ന് പറയുന്ന സംഭവമാണത്. അപ്പോൾ അവിടെ ഈ സ്വർണ്ണത്തിന് അവിടെ ഈ ഖനികളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി അന്ന് ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് രേഖയിൽ മാപ്പിള അടിമകൾ എന്ന് തന്നെയാണ് പ്രയോഗിക്കുന്നത് ഈ മാപ്പിള തൊഴിലാളികളെ സംബന്ധിച്ച്. പക്ഷേ ഇത് 1700-ലും 1800-ലും ഒക്കെ ചില കമ്പനികൾ തന്നെ ഈ ദേവാല ഇതുപോലുള്ള ഭാഗങ്ങളിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് 1900-ൽ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന പഠനത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ അവിടെ സ്വർണം കണ്ടെത്താൻ ആവില്ല, അത് ലാഭകരമാവില്ല, അതിനുള്ള നിക്ഷേപവും കിട്ടുന്നതും കൂടി അത്ര ലാഭകരമാവില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തിവെച്ചു. വളരെ വലിയ തുക മുടക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ കമ്പനികളുണ്ടായിരുന്നു ഈ നീലഗിരി ഭാഗങ്ങളിൽ സ്വർണ്ണ കണ്ടെത്തുന്നത്. അതായത് നിലമ്പൂർ എന്ന് പറയുമ്പോൾ നിലമ്പൂർ തേക്ക് അപ്പോൾ നിങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ നിലമ്പൂരിൽ സ്വർണ്ണ മൈനിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിലമ്പൂരിൽ സ്വർണ്ണം. അപ്പോൾ അതിൽ പിന്നെ അത് ലാഭകരമല്ല എന്നുള്ള നിലയ്ക്ക് അവർ അന്ന് തന്നെ 1870-കളിൽ തന്നെ അവർ അവസാനിപ്പിച്ചു. പിന്നെയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. 1970-80 കാലത്തൊക്കെ ഈ ജോഗ്രഫിക്കൽ പഠനങ്ങൾ നടന്നിരുന്നു, അവരുടെ ജിയോളജിക്കാരുടെ പഠനം നടത്തിയിരുന്നു. അത് പിന്നെ ലാഭകരമാവില്ല എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കുക. പക്ഷേ ഇപ്പോൾ പോലും മഴക്കാലത്ത് അവിടെ പിന്നെ ചില ആദിവാസി വിഭാഗങ്ങൾ, അത് മാത്രമല്ല ആദിവാസികൾ മാത്രമാണ് മുമ്പ് നടത്തിയിരുന്നത്, ഇപ്പോൾ മറ്റുള്ളവരും അവിടെ ഈ സ്വർണം അരിച്ചെടുക്കുകയും മഴവെള്ളത്തിൽ ഈ അരിച്ചെടുക്കുകയും അത്യാവശ്യം ഒരു കുടുംബത്തിന് കഴിയാനുള്ള വക അവർക്ക് ഇപ്പോഴും കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് മരുത പോലുള്ള പ്രദേശങ്ങളിൽ നിലമ്പൂരിൽ സ്വർണം കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ പിന്നെ മാപ്പിളമാർ എത്തുന്നു. അതുപോലെ ആന്ധ്ര ഭാഗത്ത് നിന്ന് പിന്നെ ഈ മൺപാത്രം ഉണ്ടാക്കുന്ന കൊശവരെ അവരെ കൊണ്ടുവരുന്നു. കുംഭാരന്മാർ എന്നാണ് എൻ്റെ മലയാള പദം. അതുപോലെ പിന്നെ മറ്റേ ഈ ചെട്ടിമാർ, ഇപ്പോൾ അവിടെ ഒരു ചെട്ടിയങ്ങാടിയുണ്ട്, നിലമ്പൂർ ചെട്ടിയങ്ങാടിയുണ്ട്, അമീൻ അങ്ങാടി അതായിരുന്നു. അത് ചെട്ടിമാർ വന്ന് അവിടെ താമസിച്ചിരുന്ന അവരുടെ ഒരു ക്ഷേത്രം ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള പിന്നെ ഈ ഒരു കൂട്ടായ ജീവിതമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വരുന്നത് 1930-കളിലാണ്. ഒരു ടീച്ചർ അവിടെ എത്തുന്നത് ഞാൻ വായിച്ചത് 1928-ലോ മറ്റോ. അവർ അമ്മയുമായിട്ട് ആദ്യം വരുന്നു. പിന്നീട് 1930-കൾക്ക് ശേഷമാണ് ഈ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് പിന്നെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ എത്തുന്നതും ഇവിടെ സ്ഥലം വാങ്ങുന്നതും റബ്ബർ കൃഷി, അതുപോലെ തന്നെ കപ്പ കൃഷി, ഇങ്ങനത്തെ മലഞ്ചെരുവുകളിൽ കൃഷി ചെയ്തുകൊണ്ടുള്ള ആ ഒരു മേഖലയിലേക്ക് അവർ കടന്നു വരുന്നത്. അത് 1930-കൾക്ക് 40-കൾക്ക് ശേഷമുള്ളതാണ്. ആ വന്ന ആളുകളുടെയൊക്കെ പിന്നെ മക്കളും മറ്റൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെയാണ് നിലമ്പൂരിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ, മുസ്ലിം കമ്മ്യൂണിറ്റികൾ, അതായത് വന്ന എല്ലാവരും കൂടിയിട്ട് ആദിവാസികൾ എല്ലാവരുടെയും കൂടി ഒരു സൃഷ്ടിയാണ് ഇപ്പോഴത്തെ നിലമ്പൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണ്, അതാണ് നിലമ്പൂരിൻ്റെ ചരിത്രം. അതെ, നിലമ്പൂരുണ്ടായത് ഇങ്ങനെയാണെന്നുള്ളത്. ഒന്ന് ഒന്നുകൂടി ഇനി നമുക്ക് നിങ്ങളൊരു ജേർണലിസ്റ്റ് ജീവിതത്തിലേക്ക്, അതായത്
നാടകത്തിലുള്ള ഒരുപാട് പത്രങ്ങൾ മാതൃഭൂമിയുള്ള സമയത്തൊക്കെ അത് ശരിയത്ത് വിവാദം നടക്കുന്ന സമയം മുതൽ അതിൽ മാതൃഭൂമി പത്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാബരി സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ബാബരിയെ പറ്റിയിട്ടൊക്കെ. ജേർണലിസ്റ്റ് അനുഭവങ്ങൾ അങ്ങനെ. ഞാൻ 1983 ഞാൻ എൻ്റെ ജേർണലിസം കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിയുന്നത്. അത് മാതൃഭൂമിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ മുസ്ലിം എന്നുള്ള നിലയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് MN കാരശ്ശേരി സ്റ്റാഫിലുണ്ടായിരുന്നു. കാരശ്ശേരി ആർട്സ് കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയിട്ട് കാരശ്ശേരി പോകുന്നത്. പിന്നീട് അവിടെ പിന്നെ പത്രാധിപ സമിതിയിൽ മുസ്ലിങ്ങളില്ല. പിന്നെ അതുപോലെ ഈ BN ഗഫൂർ കാർട്ടൂണിസ്റ്റായിട്ട് ചേർന്നു. പിന്നെ പ്രൂഫിൽ ഒരു മുസ്ലിമായിട്ടുണ്ടായിരുന്നു. വേറെ ആരുമില്ല, മറ്റുള്ളതിലാരുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമി അനുഭവം വളരെ സെക്കുലറായിരുന്നു, വളരെ സൗഹൃദത്തിൽ. വിശേഷിച്ച് പിന്നെ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും മറ്റുമൊക്കെ നമുക്ക് ആകുമ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് അനുഷ്ഠിച്ച് വരുന്ന സംഭവം നമുക്ക് റൂട്ടീൻ സംഭവമാണ്. പക്ഷേ നമ്മുടെ ന്യൂസ് എഡിറ്ററും മറ്റ് ചീഫ് സബ് എഡിറ്റർമാരും ഒക്കെ നമ്മളെന്തോ വലിയൊരു ത്യാഗം ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടി പിന്നെ ഒരു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ മോന് ഭക്ഷണം കഴിക്കാൻ പോകണ്ടേ, മോന് നോമ്പറക്കാൻ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വല്ലാതെ കെയർ ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിയുന്നത്ര പെട്ടെന്ന് വരാൻ നോക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ അന്ന് പിന്നെ ഈ മറ്റേ കമ്പോസിങ് ആണല്ലോ, ലൈൻ ഓഫ് കമ്പോസിങ്, മോണോടൈപ്പ് കമ്പോസിങ് ഒക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടി മാറ്റർ എഡിറ്റ് ചെയ്ത് വിടണം. അപ്പോൾ അത് നമ്മൾ ഒരു അരമണിക്കൂർ വൈകുന്നതിൻ്റെ അത് വൈകിൽ അനുഭവപ്പെടാൻ വേണ്ടി ഒപ്പിരിക്കുന്ന മറ്റ് സബ് എഡിറ്റേഴ്സ് ആരെങ്കിലും നമുക്ക് വയ്ക്കാനുള്ള മാറ്ററുകളൊക്കെ അയച്ച് കൊടുക്കുന്ന തരത്തിൽ അത്രത്തോളം സഹകരിക്കുന്ന ഒരു ഡെസ്ക്കായിരുന്നു മാതൃഭൂമിയിൽ എനിക്ക് കിട്ടിയത്. പക്ഷെ മാതൃഭൂമിയിൽ ഞാനുള്ള സമയത്താണ് ഈ ശരീഅത്ത് ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഇസ്ലാമിക വിദ്യാർത്ഥി രംഗത്ത് ഞാൻ സജീവമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഓഫീസിൽ അറിയുമായിരുന്നു. പിന്നെ പക്ഷേ ഈ ഇതിൽ ചില വാർത്തകൾ, മാതൃഭൂമിയുടെ ചില വാർത്തകൾ വിശേഷിച്ചും അത് ചില കേന്ദ്രങ്ങൾ സ്പോൺസർ ചെയ്ത വാർത്തകളായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ ഭാഗത്തു നിന്നൊരു വാർത്ത വന്നു, ഒരു സ്ത്രീ ഭർത്താവിൻ്റെ 2ാം കെട്ടിൽ പ്രതിഷേധിച്ച് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു, കഴുത്തിൽ സ്വയം കത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ അടുത്ത എൻ്റെ ഓഫ് ഡേയിൽ ഞാൻ ആ പ്രദേശത്ത് പോയി അന്വേഷിച്ചു. എൻ്റെ നാട്ടിനടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇത് ഭർത്താവ് കൊല്ലാൻ നോക്കിയതാണ്, ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ല. അപ്പോൾ ഒരു പോലീസുകാരൻ ഇദ്ദേഹം ആ പ്രത്യേകമായ താല്പര്യത്തിൽ ഈ സുഖലാ കിടക്കുന്ന ഈ സ്ത്രീയോട് ചെന്നിട്ട് അയാൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇവർ ഈ പിന്നെ ഹാ എന്ന് ചെല്ലുന്നത് അവരുടെ പിന്നെ ശ്വാസം വലിക്കുന്നത് ഇത് ആ എന്നാക്കി മാറ്റിയിട്ട് അതിനൊക്കെ ഉത്തരം ആ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത് ഇങ്ങനെ ഒരു തെറ്റായ മൊഴി ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത കൊടുത്തു. ഇതുപോലുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും പിന്നെ ആ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വലിയ പ്രയാസം ഉണ്ടാക്കി. കാരണം ഒരു മാതൃഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെയും ശരീഅത്തിനെയും ഇസ്ലാമിനെയൊക്കെ ഇത് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ എൻ്റെ പ്രൊബേഷൻ കൺഫേം ചെയ്യേണ്ടിയിരുന്നത് ജൂണിലാണ്, 86 ജൂണിൽ. 56 ജൂണിൽ പിന്നെ പ്രൊബേഷൻ കൺഫേം ചെയ്യുന്നതിന് പകരം എൻ്റെ കൺഫർമേഷൻ തന്നില്ല. അപ്പോൾ അങ്ങനെ പക്ഷേ എന്നോട് മാന്യത കാണിച്ചിട്ടാണ് മാതൃഭൂമി ഒഴിവാക്കിയത്. ഒരു സ്ഥിരം തൊഴിലാളിയെ ഒഴിവാക്കുന്ന പോലെ പിന്നെ നോട്ടീസ് പീരീഡിലേക്കുള്ള ശമ്പളം ഇതുപോലുള്ള PF ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നിട്ടാണ് എന്നെ ഒഴിവാക്കിയത്. അപ്പോൾ ഇങ്ങനെ മാതൃഭൂമിയിൽ നിന്ന് വിട്ട് 2-3 മാസം കഴിഞ്ഞ ആ സമയത്താണ് ഞാനവിടെ ഒരു MES വനിതാ കോളേജിൽ ജോലി ചെയ്തിരുന്നു. അപ്പോഴാണ് ഒരു വണ്ടിയിൽ KC ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. വീട്ടിൽ വന്നു, ഇങ്ങനെ ഒരു പത്രത്തിനുള്ള പരിപാടികളുണ്ട്, വിശദമായിട്ട് പിന്നീട് സംസാരിക്കാൻ താല്പര്യം സഹകരിക്കാൻ സന്നദ്ധമാണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് കോഴിക്കോട് വരാൻ പറഞ്ഞു. കോഴിക്കോട് സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു ഓഫീസാണ് തൽക്കാലം ഉപയോഗിച്ചിരുന്നത്. അവിടെ വന്നു. പിന്നീട് പിറ്റേന്ന് മുതൽ അത് സംബന്ധിച്ച പ്രവർത്തനങ്ങളിലുണ്ടായി. പിന്നീട് ചെറുപ്പിയും ഞാനും മാത്രമേ ഒരു പത്രത്തിൽ വർക്ക് ചെയ്ത ആളുകൾ അതിലുണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ആദ്യം അങ്ങോട്ട് കോഴിക്കോട് പോകുന്നു. പിന്നെ കോഴിക്കോട് കൊടുങ്ങല്ലൂർ കുറച്ച് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കത്ത് തന്നിരുന്നു, അവർക്ക് പത്രത്തെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ ഉള്ള പ്രാരംഭ പരിപാടികളിലുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ മാധ്യമത്തിലേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ PK നിയാസിനെ പോലുള്ള ആളുകളൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ, പക്ഷെ അവരപ്പോൾ തന്നെ ചന്ദ്രികയിലും മറ്റുമൊക്കെ സ്പോർട്സൊക്കെ എഴുതാറുണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് പിന്നെ ഒരു ട്രെയിനിങ് എന്നുള്ള നിലയിൽ 15 ദിവസത്തെ ഒരു ട്രെയിനിങ് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാഥമികമായ സിലബസ് സംഭവങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ഞാനായിരുന്നു. അപ്പോൾ അത് പിന്നെ നമ്മളെ ട്രയൽ കോപ്പി സാധാരണഗതിയിൽ ഇപ്പോൾ ഇവിടെ കേരള കൗമുദി കോഴിക്കോട് ആരംഭിച്ചു. തിരുവനന്തപുരത്ത് കേരള കൗമുദി അവിടെ ഉണ്ടായിരിക്കെ തന്നെ ഇവിടെ അവരുടെ ഒരു എഡിഷൻ തുടങ്ങാൻ, ആ എഡിഷൻ തുടങ്ങാൻ അവർ 10-20 ദിവസം ട്രയൽ അടിച്ചു, എന്നിട്ടാണ് തുടങ്ങിയത്.
പക്ഷെ മാധ്യമം തുടങ്ങുന്നത് നമ്മൾ ഡിസംബറിൽ ജനുവരിയിൽ തുടങ്ങിയിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം എടുത്തിട്ടാണ് നമ്മൾ ഒരു ട്രയൽ പേപ്പർ അടിക്കുന്നത്. കാരണം എല്ലാവരും പുതിയ ആളുകളാണ്, പിന്നെ ഈ ഇത് ചെയ്യുന്നതും ടൈപ്പ് സെറ്റ് ചെയ്യുന്നതും ഒക്കെ പുതിയ ആളുകളായതുകൊണ്ട് അത്രയും സമയം എടുത്തു. ഒരു 2-2.5 മാസം എന്തായാലും എടുത്തിട്ടുണ്ട് ആദ്യത്തെ 4 അത്. രണ്ടാമത്തത് ഒരു 2 ആഴ്ച എടുത്തിട്ടാണ് വരുന്നത്. മൂന്നാമത്തെ ട്രയൽ ഒരാഴ്ച എടുത്തു. 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പത്രമാണ് ഒന്നാമത്തെ പത്രം. അത് പിന്നെ ഇത് നേരുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ സിദ്ദീഖ് സാഹിബും വിക്കാൻ സാഹിബും എന്ന് പറയാണ് 1-ാം തീയതി നമുക്ക് പത്രം തുടങ്ങണം, ജൂൺ 1-ന് പത്രം തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അന്നൊരു ട്രയലിന് ഇറക്കിയിട്ട് പിന്നൊന്നും കൂടി നോക്കാൻ തുടങ്ങുമ്പോൾ അല്ല ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനമല്ല. പക്ഷേ അതിൻ്റെ കുറേ പ്രയാസങ്ങളുണ്ട്. കാരണം വേണ്ടത്ര ട്രയൽ ഇറക്കാത്തതുകൊണ്ട്, ഒക്കെ പുതിയ ആളുകളായതുകൊണ്ടും ഇപ്പം ദിനപത്രത്തിന് വേണ്ട ഒരു ചടുലതയും അതിൻ്റെ ഒരു ഡൈനാമിസം ഉണ്ടല്ലോ, അത് കിട്ടാക്കുമ്പോഴുള്ളൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതിൽ ഏതായിരുന്നാലും അങ്ങനെ പോയി ഞാൻ ചില സാഹചര്യങ്ങളിൽ ഞാൻ കുറച്ച് മാസങ്ങളേ ഉണ്ടായുള്ളൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 5-6 മാസം ഉണ്ടായി. നവംബറോട് കൂടി ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ 91 ആണ് സൗദിയിലേക്ക് പോകുന്നത്. അവിടെ പിന്നീട് പത്രത്തിൽ വന്നു പുറത്ത് പോയി. അവിടെ ആദ്യം ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ PR ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ സൗദി ഗസറ്റിൽ അവരുടെ സ്റ്റാഫായിട്ട് ഒരു ഇതിൽ ന്യൂസ് സ്കാനർ എന്നുള്ളതിൽ ചേർന്നു. പിന്നീട് മലയാളം ന്യൂസ് അത് തുടങ്ങുമ്പോഴാണ് 99-ലാണ് മലയാളം ന്യൂസിൻ്റെ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും നിങ്ങളെ ഫസ്റ്റ് ഞാൻ കാണുന്നത് നിങ്ങളെ പുസ്തകത്തിൻ്റെ പേരിലല്ല. ഞാൻ കഴിഞ്ഞ മാസമാണ് 2 മാസം മുമ്പാണ് മാധ്യമം വീക്കിലായിട്ട് ഒരു ഫീച്ചർ വായിച്ച്. വിശാഖപട്ടണത്തിൽ നിന്ന് ജയിൽ ചാടിയ മലയാളി യുവാവ് എന്നിട്ട് നിങ്ങളെ അമ്മാവനെ പറ്റിയിട്ട് മാമനെ പറ്റി എഴുതിയ ഫീച്ചർ, എളാപ്പനെ പറ്റി എഴുതിയ ഫീച്ചർ ഞാൻ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ നക്സൽ ചരിത്രം പറയുമ്പോഴും ഇന്ത്യൻ നക്സൽ ചരിത്രം പറയുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു പേര് വല്ലാതെ കാണൂല. പക്ഷെ നിങ്ങളാണ് അതിൽ ഭയങ്കര വൈകാരികമായിട്ട്, ഞാൻ കബറിൻ്റെ അടുത്ത് സലാം പറഞ്ഞു കണ്ട് ഭയങ്കര വൈകാരികമായിട്ട് അതിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഒരു സ്റ്റോറി, അതായത് ഷെയ്ഖ് ഹസൈനാണെന്നാണ് പേര്, ഷെയ്ഖ് ഹസൈനാണെന്നുള്ള കേരളം അറിയപ്പെടാത്ത നക്സലിൻ്റെ ഒരു സ്റ്റോറി നിങ്ങളൊന്ന്. അത് പിന്നെ സംഭവം എന്താ വെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ കുടുംബം, വാപ്പയുടെയും ഉമ്മയുടെയും കുടുംബം മങ്കടയാണ്. മങ്കടയിൽ നമ്മൾ വളരെ വൈകിട്ടാണ് നമ്മൾ അറിയുന്നത്. പിന്നെ അവിടെ എൻ്റെ വാപ്പായ്ക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നിലമ്പൂരാണ് താമസിക്കുന്നത്. ഉമ്മയ്ക്ക് ജോലി നിലമ്പൂരായതുകൊണ്ട് അങ്ങനെ നിലമ്പൂരിലേക്ക് വന്നതാണ് മങ്കടയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെക്കേഷന് പോകുന്നത്, ഞാൻ നിലമ്പൂർക്കാരാണ്, എൻ്റെ മൂത്ത ഒരു ജ്യേഷ്ഠനും ഒരു ജ്യേഷ്ഠത്തിയുള്ള അവർ രണ്ടുപേരും മങ്കടയിൽ ജനിച്ചാണ്. നമ്മൾക്ക് ഈ ഇടയ്ക്ക് എപ്പോഴും വെക്കേഷന് പോകുന്ന ഒരു ബന്ധം മാത്രമാണ് അവിടെ കാര്യമായിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്കാണ് യാദൃശ്ചികമായിട്ട് അറിയുന്നത് വാപ്പാക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു എന്നും അത് പിന്നെ പുഴിക്കുന്നൻ കുഞ്ഞാൻ സ്മാരക ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പരിപാടികൾക്ക്. അപ്പോൾ ഇത് ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് വാപ്പയുടെ ജ്യേഷ്ഠനാണ് അറിയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് ആയിട്ടാണ് കൃഷിയെ കണ്ടത്. അപ്പോൾ പിന്നെ ഇത് എളാപ്പയെ സംബന്ധിച്ച് ഞാൻ അതിൽ എഴുതിയിരുന്നു. എനിക്കുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചെല്ലുമ്പോൾ 67-68 പാർട്ടിയുടെ ഒരു പ്ലീനം നടന്നിരുന്നു എറണാകുളത്ത്. അവിടേക്ക് വോളണ്ടിയറായിട്ട് CPM-ൻ്റെ ഒരു വോളണ്ടിയറായിട്ട് യൂണിഫോം ഇസ്തിരി ഇടുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ പിന്നീട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നീട് ജ്യേഷ്ഠനും അതുപോലെ തന്നെ പിന്നെ കസിനും ഇവിടെ ഫറൂഖ് കോളേജിലുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കാണ് ഈ ഇദ്ദേഹം വരുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോവുകയാണ് ഇദ്ദേഹത്തിന് എന്തായിരുന്നു പരിപാടി, എന്തായിരുന്നു. അപ്പോഴാണ് ആദ്യം ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ പിന്നെ വളരെ എല്ലാവരെയും സഹായിക്കുന്നൊരു മനസ്ഥിതി ഉണ്ടായിരുന്നു, ഒരു നല്ല മനുഷ്യന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോംബെയിൽ നിന്ന് പിന്നെ അദ്ദേഹം പിന്നെ അവിടുന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി നല്ല സാധ്യതകളുണ്ട് എന്നുള്ള നിലയ്ക്ക് ഒറീസയിലേക്ക് പോവുകയാണ്. ഒറീസയിൽ അത് ഏതോ അണക്കെട്ടുകളുടെയൊക്കെ പരിപാടി നടക്കുന്നിടത്താണ് ഇവർ ഉള്ളത്. അവിടെ അദ്ദേഹത്തിന് വളരെ കൂടുതൽ എരുമകളും അതിൻ്റെ പിന്നെ ഈ ഒരു ഹോട്ടലിൽ കുറേ ഡയറി ഫാം മാതിരി തന്നെ നടത്തിക്കൊണ്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക അവസ്ഥയിലുള്ള സമയത്ത് പൊതുവേ ആളുകളോട് ഒരു നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവിടെ ഈ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഇയാളുടെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തൊഴിലാളി സമരം നടക്കുക. ആ തൊഴിലാളി സമരം ശരിക്ക് AITUC നടത്തുന്ന സമരമാണ്, കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന സമരമാണ്. പക്ഷേ അതിൻ്റെ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ തൊഴിലാളികളെ ഈ യൂണിയൻ കൈവിടുകയാണ്. അപ്പോൾ പിന്നെ ഇവർ സഹായിക്കും, ഒരു സമര സഹായ സമിതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെക്രട്ടറിയോ ട്രഷററോ ഒക്കെയാണ് എളാപ്പ. പിന്നീടാണ് പിന്നെ ഈ സമരസഹായ സമിതി ഈ തൊഴിലാളികളുമായിട്ട് ചേർന്നിട്ട് സമരം തുടർന്ന് കൊണ്ടുപോണ്ടി വരുന്നത്.
കാരണം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ തൊഴിലാളി സംഘടനയും പിന്നോട്ട് വലിഞ്ഞപ്പോൾ. അപ്പോൾ അവിടേക്കാണ് പിന്നീട് പിന്നെ ഈ പിന്നെ മറ്റേ ഈ നക്സലൈറ്റ് ചിന്താഗതിക്കാർ എത്തുന്നതും അവർ ഈ സമരം ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിലിപ്പോഴും മങ്കടയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അയാളെ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് അവിടെ എന്തൊരു കൊലപാതകമായിട്ട് നടക്കുന്നു, ഒരു എഞ്ചിനീയറിൻ്റെ മരണം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിയാക്കപ്പെട്ട് ആളുകൾ പലയിടത്തായിട്ട് ചെതറിപ്പോവാണ്. പിന്നെ അവർ കാട്ടിലേക്ക് കയറാണ്. ഈ കാട്ടിൽ കയറുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഈ തൊഴിലാളികളാണ്. ദിവസത്തിൽ ഒരു സമയത്ത് ഇവർ മരത്തിന് മുകളിൽ താമസിക്കുകയാണ്, ഏർമാടം കെട്ടിയിട്ട്. അപ്പോൾ ഈ തൊഴിലാളികൾ ഇത് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. പിന്നീടാണ് ഇവർ ജയിലിലടക്കപ്പെടുന്നത്. ജയിലിലടച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് 69 കാലത്താണ് 69 കാലത്ത് അവർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ കുന്നിക്കൽ നാരായണന് പിന്നെ ഇതുപോലുള്ള ആളുകളൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഇവിടുത്തെ ഈ തലശ്ശേരി, വയനാട്, പുൽപ്പള്ളി ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ നക്സൽ ആക്രമണങ്ങളും സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട് പിന്നെ ജാമ്യം കിട്ടിയ മറ്റോ അജിത വീട്ടിലുണ്ട്. ആ സമയത്താണ് ഇവർ ജയിൽ ചാടി വന്നിട്ട് അജിതയെ പോയി കാണുന്നുണ്ട്. അപ്പോൾ അജിതയെ പോയി കാണുന്നതിൻ്റെ അതിന് എൻ്റെ കസിൻ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കൂടെ കൊണ്ടുപോകുന്നില്ല, ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, വഴിയിൽ എവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ അങ്ങനെ പോയി കാണുന്നു. പിന്നെ അവരുടെ സംസാരങ്ങൾ, പിന്നെ അതിനെ സംബന്ധിച്ച് ഇവരുടെ പിന്നാലെ തന്നെ പോലീസ് എത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർ ചരുമചന്താർ അടുത്ത ആഴ്ചയോ മറ്റോ വരും, അടുത്ത മാസം മറ്റോ വരും എന്നുള്ളൊരു മെസ്സേജ് അവർ ഇവിടേക്ക് കൊടുക്കുന്നുണ്ട്. അത് അജിതയുടെ ആത്മഹത്യയിലും മറ്റോ അത് അജിത രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ബിജുരാജിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം നക്സൽ ദിനങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ വായിച്ചു പോകുന്നത്. അപ്പോൾ അത് അവിടുന്ന് ജയിലിൽ ചാടിയിട്ടാണ് വരുന്നത്. വിശാഖപട്ടണത്തും ജയിലിൽ ചാടിയിട്ടാണ് ഇദ്ദേഹം 2 സുഹൃത്തുക്കളും കൂടി ഇവിടെ വരുന്നത്. പിന്നീട് അവർ ഇവിടുത്തെ ദൗത്യം നിർവഹിച്ച് അവർ തിരിച്ചു പോയതിന് ശേഷം ഇതേ വാർഡന്മാരനെ ഇവരെ പിടിക്കുകയാണ്. ഇവരെ പിടിച്ച് അടക്കുന്നു. പിന്നീട് പിന്നെ ചുറ്റും ഇലക്ട്രിക് വേലിയൊക്കെ ഉള്ളവരടുത്താണ് അത് ചെയ്യുന്നത്. നമ്മളെവിടെ നോക്കുമ്പോഴും പിന്നെ ഒരിത് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അറിയാവുന്ന ആളുകളാണ് രാവുണ്ണി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാളിനോട് സംസാരിച്ചിരുന്നു, കെ വേണുവിനൊക്കെ അദ്ദേഹത്തെ നല്ല പരിചയമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കെ വേണുവിനോട് ഞാൻ സംസാരിച്ചില്ല. പക്ഷേ രാവുൾ പഴയ നക്സൽ ആണല്ലോ, രാവുണ്ണിനോട് ചോദിച്ചിരുന്നു. പക്ഷേ രാവുണ്ണിയൊന്നും ഒരു പിന്നെ അറിയാം എന്നുള്ള നിലക്കല്ല, അത് അവരൊക്കെ തിരഞ്ഞെടുപ്പ് ഇത് പിന്നെ ചിന്താഗതി മാറിപ്പോയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നക്സൽ ഇതിലുള്ള അകൽച്ച വ്യക്തമാക്കിക്കൊണ്ട് കാഴ്ചപ്പാടിലുള്ള അകൽച്ച വ്യക്തികളുള്ള മറുപടിയാണ് തന്നത്. അജിത അറിയാം എന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നു. അത് നക്സലേറ്റ് നേതാക്കന്മാരാണ്. മൊത്തത്തിൽ കുറേ ഹിസ്റ്ററി നിങ്ങളിപ്പോൾ പറഞ്ഞു, എനിക്ക് സമയം എടുത്തെന്ന് തോന്നുന്നു. അത് ലാസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കാനോ? അത് നമ്മളെ ഓഡിയൻസ് അധികവും യുവാക്കളാണ്. അപ്പോൾ ഒരു ചരിത്രകാരൻ നിലയിൽ നമ്മളെങ്ങനെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പലതും കേൾക്കും. ഇപ്പോൾ വിശേഷിച്ച് നമുക്ക് എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയും, എന്തും ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഐഡിയൊക്കെ കാലമാണ്. എന്തും നമുക്ക് അപ്പോൾ വിശ്വസിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കാനും നമ്മൾ ചരിത്രമായിട്ട് പലതും നമ്മുടെ അടുത്തെത്തും. ഇപ്പോൾ നമുക്കിടെ അടുത്ത് വാർത്തകൾ വരുന്ന പോലെ തന്നെ വാർത്തകൾ നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് വാർത്തകൾ. അത്തരത്തിൽ നമുക്ക് വാർത്തകൾ വരും. പക്ഷേ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട്, കാരണം ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിവരം നമുക്ക് കിട്ടി, പിന്നെ നമ്മളത് പറയുമ്പോൾ അത് നമ്മളെ വിവരമാണ്, നമ്മുടെ വാർത്തയാണ്. അപ്പോൾ അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളാണ് കള്ളം പറയുന്നവനാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ജേർണലിസ്റ്റ് എന്നുള്ളതിലേക്ക് വിശേഷിച്ച് ഞാനത് പിന്നെ എൻ്റെ ഫീൽഡിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ചരിത്രം കൈകാര്യം ചെയ്യുമ്പോഴും നമ്മളത് തന്നെയാണ്. ഒരു സംഭവം ഒരാൾ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ നമ്മളത് പിന്നീട് ഏറ്റു പറയുമ്പോൾ അത് നമ്മൾ പറയുന്നൊരു ചരിത്രമാണ്. അപ്പോൾ അത് സത്യസന്ധമാവാൻ ശ്രമിക്കുക, നമ്മളോട് തന്നെ സത്യസന്ധമാവുക എന്നുള്ളതിൻ്റെ ഒരു തുടർച്ചയാണത് എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശുക്രാൻ.